സംഘർഷകാലത്ത് ഹോർമൂസ് കടലിടുക്കിലൂടെ ജീവൻ പണയം വെച്ച് സഞ്ചരിക്കുന്ന നാവികർക്ക് ലഭിക്കുന്നതെന്ത്? ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ അപകട ഭീഷണി നിറഞ്ഞ ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന മെർച്ചന്റ് കപ്പലുകളിലെ ജീവനക്കാർക്ക് പല ഷിപ്പിംഗ് കമ്പനികളും വാഗ്ദാനം ചെയ്യുന്നത് ഇരട്ടി ശമ്പളമാണ്. ജീവൻ പണയം വെച്ചുള്ള ഈ യാത്രയ്ക്ക് നൽകുന്ന റിസ്ക് അലവൻസ് ഇതറിഞ്ഞതോടെ സമൂഹമാധ്യമങ്ങളിൽ പലരും പ്രതികരിച്ചു. ഇരട്ടി ശമ്പളം കിട്ടുന്നില്ലേ, പിന്നെന്താണ് പ്രശ്നമെന്ന തരത്തിലായിരുന്നു ചിലരുടെ അഭിപ്രായങ്ങൾ. എന്നാൽ യാഥാർത്ഥ്യം അതാണോ? ഈ ഇരട്ടി ശമ്പളം എല്ലാവർക്കും ലഭിക്കുമോ? സത്യം ഇതാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട വ്ലോഗർ വിച്ചു സെയിലർ തന്റെ അനുഭവം പങ്കുവെക്കുന്നു. അപ്പൊ ഹോർമൂസിലാണ് യുദ്ധഭൂമി, യുദ്ധക്കടലിൽ നിന്നാണ് ഞങ്ങൾ ക്രോസ് ചെയ്യണ കാഴ്ചയുണ്ട് നിങ്ങൾക്ക് കാണുന്നത്. 36 ലക്ഷം രൂപയാണ് നമ്മുടെ ക്യാപ്റ്റന് കമ്പനി ഓഫർ ചെയ്തത്. അതായത് ഇവിടെ എല്ലാവരുടെയും ശമ്പളത്തിന്റെ 3 ഇരട്ടി ശമ്പളമാണ് ഞങ്ങൾക്ക് വേണ്ടി കമ്പനി ഓഫർ ചെയ്തേട്ടാ. ഒരുപാട് കമന്റ്സ് വന്നായിരുന്നു, ലക്ഷങ്ങള് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടൂലേ ഇത് ക്രോസ് ചെയ്താല്, പിന്നെ എന്താണ് ക്രോസ് ചെയ്തുകൂടെയെന്ന് വെച്ചത്. അവരോടാണ് പറയാനുള്ളത്, അതൊന്നും കിട്ടാൻ പോണില്ല. ഈ 3 ഇരട്ടി ശമ്പളം തരാന്ന് സിംഗപ്പൂരിൽ നിന്ന് കപ്പലെടുത്തപ്പോ കമ്പനി പറഞ്ഞാണ്. പക്ഷെ അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നപ്പോ ശമ്പളം എക്സ്ട്രാ കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്ന് വെച്ചാല് മിസൈല് വരട്ടെ, മിസൈല് കപ്പലിൽ വീണാ തരാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ കമ്പനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കടലിൽ ഹോർമൂസ് ക്രോസ് ചെയ്ത മിക്കവരുടെയും അവസ്ഥ ഇതാണ്. കമ്പനി എല്ലാരും നല്ലോണം പറ്റിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ ജീവൻ പൊലിഞ്ഞു പോയ സ്ഥലത്താണ് ടൈ നിൽക്കുന്നത്. ഞങ്ങളുടെ ജീവനും ഒരു വിലയും മിക്ക കമ്പനികളും കൽപ്പിക്കണില്ല. കാരണം എന്ന് വെച്ചാല് ഒരു അപകടം ഉണ്ടായാൽ മാത്രം, നമ്മുടെ കേരള സർക്കാർ പോലെ ഒരു അപകടം ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുമെന്നാണ് ഇപ്പൊ പറയണത്. പക്ഷെ അവര് ഞങ്ങളെ വെച്ച് കോടികളാണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് 1% പോലും ആവൂല ഞങ്ങൾക്ക് തരേണ്ട ഈ ഒരു ബോണസ്. ഞങ്ങൾ വേണം അവർക്ക് ഈ ഓയിൽ അവിടെ നിന്ന് ഇറാനിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പുറത്തോട്ട് വരാനായിട്ട്. ഹോർമൂസ് കടക്കണ വരെ നാരായണ, ഹോർമൂസ് കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്നൊരു സിറ്റുവേഷനുള്ള മൂഞ്ചിയ അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഹോർമൂസ് കടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതുപോലെ തന്നെ തിരിച്ചു വരണോട്ടാ. അപ്പൊ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. 4.3 മില്യൺ വ്യൂസ് ആണ് അതിൽ പോയത്. എല്ലാവർക്കും ഒരുപാട് നന്ദി പ്രാർത്ഥിച്ചതിൽ. പക്ഷെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോഡ് ചെയ്തിട്ട് തിരിച്ച് ഇറങ്ങണം. അതുവരെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണോട്ടെ. അപ്പൊ ഇവിടെ അധികം നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റൂല. കാരണം എന്ന് വെച്ചാൽ എപ്പോ വേണമെങ്കിലും ഡ്രോൺ തലക്ക് വീഴാവുന്ന ഒരു അവസ്ഥയെ കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഒരുപാട് പേടിച്ചാണ് ഇവിടം വരെ വന്നത് കേട്ടോ. ഇവിടം വരെ വന്നപ്പോ കമ്പനി ഓഫീസിൽ നിന്ന് കറങ്ങണ കസേരയിലുള്ള ആൾക്കാരെന്താ പറയണെന്നറിയോ? മുന്നോട്ട് പോയിക്ക്, ഇവിടെ കുഴപ്പമൊന്നുമില്ലാന്ന്. ഇവിടെ 4 ദിവസം മുമ്പ് വരെ കപ്പല് കത്തിക്കൊണ്ടിരുന്ന ടൈമിലാണ് ഇവര് പറയണത്. ഇവർക്ക് അവിടെ ഇരുന്ന് പറഞ്ഞാ പോരെ. എന്നിട്ട് ഞങ്ങൾ പോകൂലെന്ന് നിർബന്ധം പിടിച്ചു. പക്ഷെ ഒന്നും നടക്കൂല. അവര് വീട്ടിലോട്ട് വിടും ഞങ്ങളെ വീട്ടിൽ വിട്ടിട്ട് വേറെ ക്രൂനെ കൊണ്ടുവന്നിട്ട് അവരവരുടെ പരിപാടി തരും. ഇതൊരു ബിസിനസ്സാണ്. ഒരു ജീവനും ഇവിടെ വില ഇവര് കൽപ്പിക്കണില്ല. അവര് ഞങ്ങൾക്ക് വാഗ്ദാനങ്ങൾ മാത്രമാണ് ഇവിടെ തന്നുകൊണ്ടിരുന്നത്. എന്റെ കേസ് മാത്രമല്ല, കടയിൽ വർക്ക് ചെയ്യണ എല്ലാവരും കേസ് ഇതാണ്. ഈ ഓഫീസിൽ മാൻ ചെയ്യുന്ന AC റൂമിൽ കറങ്ങണ കസരിക്കണം ചേട്ടന്മാരോട്, മാനേജർമാരോടാണ് ചോദിക്കുന്നത്. ഇവിടുത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് അവിടെ സേഫായിട്ട് ഇന്ന് കൽപ്പിച്ചാൽ മതി. പക്ഷെ ഞങ്ങളാണ് ഇരയാവുന്നത്. എത്ര പേരാണ് ഈ ഹോർമൂസിലും മരിച്ചതെന്നറിയോ? അപ്പൊ ഇതെല്ലാം ഒരു ഭാഗ്യമാണ്. ഏത് ക്യാബിനിൽ എവിടെയാണ് മിസൈൽ വന്ന് വീഴുന്നത് അവന് ലോട്ടറിയാണ്. അവന്റെ ജീവൻ പോവും. എന്താവുമെന്നറിയില്ല. എന്തായാലും ഞങ്ങൾ തിരിച്ചു വരും ലോഡ് ചെയ്തിട്ട്. അത്ര നാള് വരെ ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റൂല. പക്ഷെ ഞങ്ങൾക്ക് ചെയ്തേ പറ്റുള്ളൂ. ഞങ്ങളുടെ ഫാമിലിക്കും എല്ലാവർക്കും വേണ്ടി. ഓയില് ട്രേഡിങ് നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും. ഈ യുദ്ധവും കാര്യങ്ങളും ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റൂല. ഇതിനെ പേടിച്ചിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോയി ഞങ്ങൾക്ക് പകരം വേറെ ആൾക്കാർ വന്നിട്ട് ഈ ഒരു ദൗത്യം പൂർത്തിയാക്കും. ഞങ്ങൾ പിന്നെയും EMA കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ വട്ടം തിരിഞ്ഞടക്കും. പക്ഷെ ഇതിന് എസ്കേപ്പ് ആവാൻ പറ്റില്ല. പിന്നെയും അടുത്ത കപ്പല് കിട്ടിയാൽ ഞങ്ങൾ പിന്നെയും ഇവിടെ തന്നെ വന്നൂടാന്നില്ല, ഈ ഒരു ഏരിയ തന്നെ. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു എസ്കേപ്പും ഇല്ല. അതുകൊണ്ടാണ് ഈ 3 ഇരട്ടി 4 ഇരട്ടി ശമ്പളം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കണതും. ഞങ്ങൾക്ക് അത് തന്നില്ലെങ്കിലും ഞങ്ങൾ ഇത് ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസമാണ് ഈ ഒരു കോർപ്പറേറ്റ് മാനിങ് കമ്പനികൾക്ക് നമ്മുടെ. അപ്പൊ എത്ര യുദ്ധമായാലും എത്ര ആൾക്കാർ മുന്നിൽ ചത്തു വീണാലും ഞങ്ങൾ ഈ ജോലി വിട്ടു പോകൂലെന്ന് ഈ ഓഫീസിൽ ഇരിക്കണവർക്കൊക്കെ അറിയാം. എന്തായാലും ഇതൊരു ലൂപ്പാണ് മച്ചാന്മാരെ. ഇവിടെ വന്നവന്മാർക്ക് സൂക്ഷിച്ചോ. ഇതിന്ന് ഒരാഴ്ച ഇന്നായി കഴിഞ്ഞാലേ ഇതിൽ നിന്ന് ഔട്ടാവാനായിട്ട് നമ്മ മാത്രം വിചാരിച്ചപ്പോ ഈ കടലും ഈ ഒരു സിറ്റുവേഷനും കൂടി വിചാരിക്കണം. എന്നാലേ നമുക്ക് സേഫായിട്ട് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. പക്ഷെ നാട്ടിൽ കുറെ പേരുണ്ട് ഇതൊക്കെ കണ്ട് സന്തോഷിക്കണവര്. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു അപകടമോ അറ്റ്ലീസ്റ്റ് നാട്ടിൽ ഒരു കാർ ആക്സിഡന്റ് നടന്നാലും നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലും ഫാമിലിയുടെ ഇടയിലും
ഉള്ളിൽ ചിരിക്കുന്ന, ഉള്ളിൽ സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവരെയൊക്കെ മാറ്റി നിർത്തണ അളന്നിട്ടേക്കണോട്ടാ. നമ്മുടെ ശത്രുവിനേക്കാളും കൂടുതലും വിഷമായിരിക്കും അങ്ങനെ കൂടെ നിന്നിട്ട് മനസ്സുകൊണ്ട് സന്തോഷിക്കണവർക്ക്. നാട്ടിൽ ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമുക്കിപ്പോ ഞാൻ നാട്ടിൽ വന്നിട്ട് ഒരു 8 മാസം ലാസ്റ്റ് നിന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് കപ്പലോട്ട് പോകാണ്ട് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. അതിനർത്ഥം എൻ്റെ ജോലി പോയി എന്നല്ല. ഇപ്പൊ എവിടെ പോയാലും ഒരു ഫംഗ്ഷന് പോയാലും ഒരു ഗെറ്റ് ടുഗദറിനൊക്കെ പോയാലും തന്നെ ഇല്ലേ ആൾക്കാർ ചോദ്യങ്ങളുണ്ട്. എന്താണെന്നറിയോ, പോണില്ലേ, എന്താണ് ജോലി പോയാ? എൻ്റെ പൊന്നു മച്ചന്മാരെ, 12 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് ഈ ഒരു കമ്പനിയിലെ ജോലി പോയാലും വേറെ ജോലി കിട്ടൂലേ? ആ ഒരു കോമൺ സെൻസ് പോലും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കില്ല. എന്നാണ് പോണേ എന്നാണ് ആൾക്കാർക്ക് അറിയുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചാലും അവർക്കുള്ളിൽ സന്തോഷമാണ്. അതെന്താണ്, അതിലെന്ത് ലഹരിയാണ് ഈ നാട്ടുകാർക്കും കൂട്ടുകാർക്കും കിട്ടണേന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ കാലത്ത് പോയിട്ട് വൈകിട്ട് വരാ, എന്നിട്ട് വൈകിട്ട് പിരിവിട്ട് കുടിക്കുക, അതാണ് അവരുടെ സന്തോഷം. കുടിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് കുടിപ്പിച്ചിട്ട് അവിടെ നിന്ന് ടച്ചപ്പ് കഴിച്ചിട്ട് അവരുടെ ഉള്ളിൽ വിഷം നിറച്ചിട്ട് അവരെ തമ്മി തല്ലുപിടിപ്പിക്കുക. ഇങ്ങനത്തെ കുറച്ച് വിനോദങ്ങളാണ് ചിലവർക്ക് നാട്ടിലുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ളവരുടെ മെന്റാലിറ്റി ഇങ്ങനെയുള്ളൊരു ചെറിയ ലോകത്തിലാണ്. ഇങ്ങനെ മറ്റുള്ളവരുടെ ദുഃഖത്തില്, മറ്റുള്ളവരുടെ അപകടത്തിൽ സന്തോഷിക്കാനും അത് മനസ്സിലാക്കാണ്ട് ചിരിക്കണ നിങ്ങളാണ് ശരിക്കും മണ്ടന്മാര്. അത്ര പറയാനുള്ളൂ. ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ടെമ്പററി ആണ്, പെർമനന്റ് അല്ല ഒന്നും. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് ഞങ്ങൾ ലോകം മൊത്തം കറങ്ങി അടിപൊളി രാജ്യങ്ങൾക്ക് പോയിട്ട് എൻജോയ് ചെയ്യും. നിങ്ങളെ പോലുള്ളവർക്ക് പൈസ പെട്ടിയിൽ വെച്ചിട്ട് അലമാരിൽ വെച്ച് ഇരിക്കാം. എൻ്റെ പോലെ ട്രാവൽ ചെയ്യാനും ഇവരേൽ പൈസ ഉണ്ട്, പക്ഷെ അത് എൻജോയ് ചെയ്യാനുള്ളൊരു ബുദ്ധി വളർച്ച ഇവർക്കില്ല. പൈസ കുറെ പെട്ടിയിൽ ഉണ്ടായാൽ മാത്രമാണ് ജീവിതം അടിപൊളി ആവുന്നുള്ള കുറച്ച് പേരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ആ പൈസ വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പൈസ ഉണ്ടാക്കിയിട്ടും കാര്യമൊന്നുമില്ല നിങ്ങൾ. അപ്പൊ അങ്ങനെയുള്ളവര് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ മെന്റാലിറ്റി ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് കമന്റ് ചെയ്യും. നമുക്കറിയാലോ എത്ര പേരുണ്ട്. ഈ കടൽ ജീവിതം എന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. ഇതുപോലെ തന്നെ ഒരുപാട് കപ്പലുകളും കാര്യങ്ങളും ഇവിടെ ഉണ്ട് ട്ടാ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും വേറൊരു രാജ്യത്തായിരിക്കും ലോഡ് ചെയ്തിട്ട് അൺലോഡ് ചെയ്യണത്. ആ ഒരു രാജ്യമെങ്കിലും അടിപൊളി രാജ്യമാവട്ടെ, പുറത്തു പോയിട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് സൈനിങ് ഓഫ്. അപ്പൊ കാണാം.